വർക്കലയിൽ MDMAയുമായി കാറിൽ സഞ്ചരിക്കുകയായിരുന്ന 3 യുവാക്കളെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. വർക്കലയിലെ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ലഹരി വിതരണത്തിന് എത്തിയവരാണ് ഇവരെന്നാണ് സൂചന. പുലർച്ചെ 3 മണിയോടെയാണ് ഇവരെ പിടികൂടിയത്. വിവരങ്ങളുമായി പ്രശാന്ത് ചക്രമംഗലത്തുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വർക്കലയിലെ വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് വൻതോതിലുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന രഹസ്യവിവരം പോലീസിനും ഡാൻസ് ഓഫ് ടീമിനും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ പരിശോധനകളും നടന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കച്ചവടം നടത്തുന്നവരെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ആ നിരീക്ഷിക്കുന്നതിനിടയിലാണ് പ്രതികൾ ഇന്ന് നാടകീയമായി പിടിയിലായത്. അതായത് കൊല്ലത്ത് നിന്നും വർക്കലയിലേക്ക് കാറിൽ MDMAയുമായി സഞ്ചരിക്കുകയായിരുന്ന 3 അംഗ സംഘത്തെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ പിടികൂടുന്നത്. പോലീസ് പരിശോധനയ്ക്ക് എത്തിയതോടെ കാർ നിർത്തിയതിനു ശേഷം ഇവർ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പിന്തുടർന്ന് പോലീസ് അതിസാഹസികമായി പിടികൂടിയായിരുന്നു. പിടികൂടിയ ഈ പ്രതികളിൽ നിന്ന് 12 ഗ്രാം MDMAയും കണ്ടെടുത്തു. വർക്കല കാപ്പിൽ സ്വദേശി പ്രവീൺ, നെയ്യാറ്റിങ്കര കുന്നത്തുകാൽ സ്വദേശികളായ വിഷ്ണു, ഷാഹുൽ ഹമീദ് എന്നിവരാണ് ഇപ്പോൾ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായിരിക്കുന്നത്. 12 ഗ്രാം MDMA ആണ് ഈ പ്രതികളിൽ നിന്നും കണ്ടെത്തിയത്. നമുക്കറിയാം, ഈ വർക്കല കേന്ദ്രീകരിച്ചുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും വിതരണവും അടക്കം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനകളൊക്കെ നടക്കുന്നെങ്കിൽ പോലും അത് ഫലം കണ്ടിരുന്നില്ല. ഈ വിനോദസഞ്ചാര മേഖലകളായതുകൊണ്ട് തന്നെ വിദേശികളായ നിരവധി പേർ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം വിദേശികളും സ്വദേശികളുമായി നൂറുകണക്കിന് ആളുകളാണ് ദിവസവും വർക്കലയിൽ വന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പന കൂടുന്നു എന്നതാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പരിശോധനകളും അവിടെ ശക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് വെളുപ്പിന് പുലർച്ചെ 3:30 കൂടിയാണ് ഈ 3 അംഗ സംഘത്തെ ഡാൻസ് ഓഫ് ടീം വ്യക്തമാണ്. പ്രശാന്ത് ചക്രമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.